വണ്ട് മൂളുന്ന മാതിരി നമ്മൾ മൂളുകയാണ്. അപ്പോൾ നമ്മുടെ തലയുടെ ഉള്ളിലുള്ള മുഴുവൻ ചെറുചരമ്പുകളും അലർട്ടാകുകയാണ്. അത് തന്നെ കൈ ഇങ്ങനെ ഒന്ന് പൊത്തി പിടിച്ചൊന്ന് ചെയ്തു നോക്കൂ, ഫീൽ ചെയ്യും. ഈ ഹൈപ്പോതലാമസ് എന്നുള്ള ഗ്ലാൻഡിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന മെക്കാനിസമാണത്. ഒരു സോയാബീൻ്റെ അത്ര തന്നെ ഇല്ല. യോഗ മീ യൂണിറ്റി എമംഗ് ദി ഫിസിക്കൽ ബോഡി ആൻഡ് ദി ഹെവൻലി ബ്ലെസ്ഡ് സോൾ. മെഡിറ്റേഷൻ ചെയ്യണത് എന്തിനാ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമുക്ക് ഇപ്പോൾ അങ്ങയുടെ 88-ാമത്തെ വയസ്സിൽ അങ്ങയുടെ പഞ്ചേന്ദ്രിയങ്ങളെയും കൃത്യമായി ബാലൻസ് ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങളുടെയും സുഖങ്ങൾ അനുഭവിച്ച് പഞ്ചേന്ദ്രിയങ്ങളുടെയും ശേഷി കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ്. നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി ഇപ്പം യോഗ കൊണ്ട് നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റാത്ത അവയവങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? യോഗ കൊണ്ട് ചിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു അവയവങ്ങളും ഇല്ല. ചെവി എല്ലാത്തിനും കിട്ടും. ചെവിയിലൊക്കെ ഭംഗിയായിട്ട് കിട്ടുന്നതിന് വെറുതെ നമ്മളിപ്പോൾ പ്രാണായാമങ്ങളിൽ ഒരു ഭ്രാമരി പ്രാണായാമം എന്നുണ്ട്. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് മൂളുന്ന ശബ്ദത്തിൽ നമ്മൾ ബ്രീത്തിങ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളുടെ അതല്ലല്ല ഭ്രാമരി, ഇത് വേറെ ഒന്നാണത്. ഭ്രാമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഈ വണ്ട് മൂളുന്ന മാതിരി നമ്മൾ മൂളുകയാണ്. അപ്പോൾ നമ്മുടെ തലയുടെ ഉള്ളിലുള്ള മുഴുവൻ ചെറുചരമ്പുകളും അലർട്ടാകുകയാണ്. അത് പകരം ചിലർ ഇത് പറയും, ഇപ്പോൾ സ്വാമിമാർ പറയും നമ്മൾ പർട്ടിക്കുലറായിട്ട് ഒരാളുടെ പേര് പറയുന്നില്ല, വെറും നിഷേധമായിട്ടാണ് ഓരോരുത്തരുടെ ഇത് പറയണത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ ഭ്രാമരി ചെയ്യുമ്പോൾ നമ്മൾ തല അല്പം കുനിച്ച് ഇരുന്നിട്ട് മൂളുകയാണ്, വെറുതെ മൂളുക. അങ്ങനെ ലോങ് ആയിട്ട് നീങ്ങും. അപ്പോൾ കണ്ണു അടച്ചിട്ട് ആ സൗണ്ടിൽ തന്നെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ ചെവി അടച്ചു പിടിച്ചേക്കും. ആ ഉള്ളം കൈ കൊണ്ട് അടച്ച് ഇതിന് പകരം ചിലത് ഇങ്ങനെ ചെവി അടച്ചു പിടിക്കും, ചിലത് ഇങ്ങനെ അടച്ചു പിടിക്കും. ഇതെല്ലാം ഓരോരുത്തരും മോഡിഫിക്കേഷൻ ഞാൻ ചെയ്യണ ശരി. ഓൾ ദാറ്റ് ആർ റോങ്. ഇങ്ങനെ തന്നെ അടയ്ക്കണം അല്ലേ? അതാണ് ശരി. ഉള്ളം കൈ. കാരണം ഇയർ ഡ്രം അങ്ങ് ഉള്ളിലായിരിക്കണേ. വിരലിട്ട് ഇങ്ങനെ അടച്ചു പിടിച്ചാൽ അവിടെ സൗണ്ട് സ്ഥലം കുറയും. അത് തന്നെ ഇങ്ങനെ നല്ലോണം അടച്ചു പിടിച്ചാൽ കുറച്ചുകൂടി സ്ഥലം കിട്ടി. ഇതല്ല. അപ്പോൾ ഒരു ചെണ്ട കൊട്ടണ മാതിരി മദ്ദളത്തിനാണ് ഭയങ്കര മുഴക്കം. അതാണ് ആ മുഴക്കം കിട്ടണം. അതിനാണ് നമ്മളിങ്ങനെ വയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വേദന എടുക്കും. ചെവി ഇങ്ങനെ അമർത്തി വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 5-6 പൾസ് പോയിന്റ് ജാമായിരിക്കും. അപ്പോൾ അവിടെ സർക്കുലേഷൻ അറസ്റ്റ് ചെയ്യുകയാണ്. ഇതും അതുപോലെ ഇങ്ങനെ ഒരുപാട് അമർത്തി പിടിച്ചിരുന്നാൽ പ്രഷർ കൊടുക്കുന്നു. അബദ്ധമാണ്. പ്രാണായാമം വേറെ പല രീതിയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാം, ചെവിയുടെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാറേ നോക്കിക്കോളൂ, ഇങ്ങനെ എന്നിട്ട് ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഉണ്ടായിരുന്ന ആ വൈബ്രേഷൻ അത് തന്നെ കൈ ഇങ്ങനെ ഒന്ന് പൊത്തി പിടിച്ചൊന്ന് ചെയ്തു നോക്കൂ, ഫീൽ ചെയ്യും. ഉള്ളം കൈ കൊണ്ട് ചെവി പൊത്തി പിടിക്കുക, വെല്ലം നിർത്തണ്ട കേട്ടോ. ആക്ച്വലി ഇപ്പം എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മൾ അല്പം തല കുനിച്ച് പിടിക്കാൻ പറഞ്ഞാലും അത് കാര്യമുണ്ട്. ഇങ്ങനെ പിടിച്ചിരുന്നാൽ നമ്മുടെ കുറുനാക്ക് ഇങ്ങനെ ഒട്ടിയിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് തല അല്പം കുനിച്ച് കഴിഞ്ഞാൽ കുറുനാക്ക് ഫ്രീ ആയിട്ട് കിടക്കും. ആ കുറുനാക്കിൻ്റെ സറൗണ്ടിങ്സ് ആകെ കിടന്ന് വൈബ്രേഷനാണ് ഇന്ന് മൂളുമ്പോൾ. ആ വൈബ്രേഷൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ടുവേഴ്സ് ദി ഹൈപ്പോതലാമസ്.
പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അടുത്ത്. ഉം. ഈ ഹൈപ്പോതലാമസ് എന്നുള്ള ഗ്ലാൻഡിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ ഓഫ് ഓട്ടോമാറ്റിക് ബോഡി പ്രോസസ്. ഓ. ഉം, ഉം. കൺട്രോൾ ഓഫ് ഓട്ടോമാറ്റിക് ബോഡി പ്രോസസ്. ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തികളെയും നിയന്ത്രിക്കുന്ന മെക്കാനിസമാണത്. ഒരു സോയാബീൻ്റെ അത്ര തന്നെ ഇല്ല. ഉം. ചില ഇതിലൊക്കെ ഐസോട്ടോപ്പുകളില്ലേ, വളരെ ചെറുത് മതി, അതിൻ്റെ പ്രവൃത്തി എന്താണ്. അതുപോലെ ഈ സാധനത്തിനെ പവർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. പകരം ആധ്യാത്മികം എന്ന് ഞാൻ പറഞ്ഞ കാര്യം, ആധ്യാത്മികം വന്നിട്ട് ഓം എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ കിട്ടുമോ? വാ തുറന്ന് പിടിച്ചൊന്ന് നോക്കൂ. ഇല്ല. ആ ഓ ആ ശരിയാ, കിട്ടൂല. കിട്ടൂല. പക്ഷെ ഓം എന്ന് പറയുന്നത് ഓ ആ ശരീരത്തിന് താഴെ അതെല്ലാം പറയും. ആ അതെല്ലാം പറയും. അതിപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിവക്ഷയിൽ അങ്ങനെയല്ല, ഈ ഭൂമിയുടെ ഇത് കാര്യമാണ്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി. അതാണ് ആ 3 അക്ഷരം. രണ്ട് ആ ഓ ഊ എന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പം ഇതെല്ലാം സൗണ്ട് വരുമ്പോൾ ശ്വാസം പുറത്തേക്കല്ലേ പോണേ, അതെ. ഉള്ളിലേക്ക് വരുമോ? ഇല്ല. ഉള്ളിലേക്ക് വന്ന് അങ്ങനെ ഒച്ച ഉണ്ടാക്കാവോ? ഇപ്പൊ നമ്മൾ ദിവസവും കേട്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അമൃതാനന്ദമയിലെ വലിയൊരു സ്വാമിയാര് ഓം എന്നുള്ളതിന് പകരം അദ്ദേഹത്തിന്റെ കൃതിയിൽ മാ എന്ന് പറയാ. മാ എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്കല്ലേ പോണേ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തോണ്ട് മാന്നൊന്ന് പറഞ്ഞു തരാവോ? ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശബ്ദം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? പറ്റൂല. ഞാനീ പറയുമ്പോഴേ ഞാൻ നിഷേധിച്ച് പറയണോന്ന് പറയരുത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞാൻ നിരീശ്വരനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരു പ്രശ്നമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? സർവ്വവ്യാപിയാണ്. പുരാണങ്ങളിൽ പറയുന്നതിനനുസരിച്ച് തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഉണ്ട്. സർവ്വവ്യാപിയാണ് ഈശ്വരൻ. അങ്ങനെയല്ലേ നമ്മളൊക്കെ പുരാണങ്ങൾ കേട്ടതും പഠിച്ചതൊക്കെ പറഞ്ഞിരിക്കണേ. സർ, ഒരു ഡൗട്ട്. ഈ ബ്രീത്തിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ, ബ്രീത്തിങ് നമ്മൾ ശ്വാസം എടുക്കുക വിടുന്ന കാര്യം പറയുമ്പോൾ പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നെഞ്ച് വികസിപ്പിക്കണം, ചിലപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഇന്ന ചെയ്യുമ്പോഴത്തേക്കും വികസിച്ച് വരണം, ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ചുളുങ്ങി പോകണം എന്നൊക്കെ പറയും. ചില ആൾക്കാർ പറയും ഞാൻ ഇന്ന ചെയ്യുമ്പോൾ വയറിങ്ങനെ പുറത്തോട്ടാണ് വരുന്നതെന്ന് പറയും. അപ്പം ഇതിന്റെ ഒരു കറക്റ്റ് ശാസ്ത്രീയ വശം കൂടിയിട്ട് ഒന്ന് പറയാമോ? സിമ്പിളാണ് കാര്യം, പക്ഷെ എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഈ ബ്രീത്തിങ്ങിന്റെ ആവശ്യം, ബ്രീത്തിങ് നടക്കണ എങ്ങനെയാ? ഈ മൂക്കിൽ 2 ഹോളിൽ കൂടി വന്ന് തൊണ്ടയിൽ ചെന്നിട്ട് ഒരു വിൻ പൈപ്പാണ്, അതിൽ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും 2 ആവുകയാണ്. അങ്ങനെ ആ ലങ്സിൽ നിറയണം. ആ ലങ്സിൽ നിറഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് വഴി ചെറിയ എയർ സാക്സ് ഉണ്ട്, അതിൽ നിന്ന് ചെറിയ ഞരമ്പുകളിലേക്ക് ചേർന്നിട്ട് അവിടെ നിന്ന് അത് എന്തിനങ്ങനെ ചേരണേ, അത് കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് കലരുകയാണ് വായു. അപ്പോൾ അന്തരീക്ഷ വായു ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഓക്സിജനെ മാത്രമാണ് സ്വീകരിക്കണേ. അതല്ലാണ്ട് പറ്റില്ല. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹൈഡ്രജനൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കത്തിപ്പോവില്ലേ? അപ്പോൾ ഇതല്ല. ആ സാധനത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രക്രിയയാണ് ബ്രീത്തിങ്. ശരിയല്ലേ? അത് ഒരു കൊല്ലൻ്റെ ആലയിൽ പണിയാണെങ്കിൽ ഓല വച്ച് അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ എന്തോരം വലിപ്പം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് പോകണ്ടേ, ശ്വാസം പുറത്തേക്ക് പോയി പൈപ്പിൽ കൂടി പോകണ്ടേ. അതുപോലെ ഇങ്ങോട്ട് കയറുമ്പോൾ കിട്ടണമെങ്കിൽ ഇത് വലുതാവണ്ടേ. ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ വാരിയൽ, തൊറാക്സ്, നെഞ്ചും കൂട്, വാരിയൽ അതിനെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ എന്ത് ഇതാണ് വർക്ക് ചെയ്യുക, അതിൻ്റെ നാച്ചുറലായിട്ട് നടക്കണം, നമ്മൾ അറിയുന്നില്ല. അതായത് ഓരോ വാരിയലുകളുടെ ഇടയിലുള്ള മാംസപേശികൾ സ്പിങ്ഡർ മസിൽസാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവർക്കം പോലെ അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ നെഞ്ച് വികസിക്കണം.
അത് ഓട്ടോമാറ്റിക്കായിട്ട് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ ആ പ്രക്രിയ നടക്കുന്നതനുസരിച്ചിട്ട് വയറ് വലുതായാൽ പറ്റുമോ? എല്ലാവരും പറയും ശ്വാസം കയറുന്നതിൻ്റെ ഓർഗൻ ഏതാ? ലങ്സ്. അപ്പോൾ വയറ്റിലേക്കാണോ കയറണേ? അല്ല. ഈ വയറ് ചിലർക്ക് വീർക്കണ എന്താ? നെഞ്ച് ശരിക്കും പറഞ്ഞാൽ റിബ് ഹൗസ് അനങ്ങുന്നില്ല. അനങ്ങാണ്ടാകുമ്പോൾ ലിവർ അല്ല അത് തന്നെ ഇതിങ്ങോട്ട് ലങ്സ് കീഴ്പോട്ട് തള്ളും. കീഴ്പോട്ട് തള്ളുമ്പോൾ അപ്പർ ഡയഫ്രത്തിനെ തള്ളി വരുമ്പോൾ ആ തള്ളലനുസരിച്ച് വയറ് വലുതാവും. കാരണം ഇവിടെ അനങ്ങണില്ല. അപ്പോൾ ഇങ്ങോട്ട് തള്ളാണ്ട് എന്ത് ചെയ്യും? ആവശ്യമുള്ള ശ്വാസം എടുക്കണ്ടേ? അതൊന്ന് വരുമ്പോഴോ വയറൊട്ടുമ്പോൾ ഇത് വരും. അപ്പോൾ വയറ്റിലേക്കാണ് കൊടുക്കണേ. ബ്രീത്തിങ്ങിൻ്റെ ഓർഗൻ ഏതാണ്? സയൻറ്റിഫിക് ആയിട്ടും സത്യസന്ധമായിട്ടും ലങ്സ് ആണ്. അപ്പോൾ ലങ്സ് വലുതാവണതിന് വരും വയറിങ്ങനെ വലുതാവും എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ലങ്സ് താഴേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം അല്ലേ? നമ്മുടെ ലങ്സ് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങി വരും. അതേസമയം അപ്പർ ഡയഫ്രം അവനെ ഇതിനെ എല്ലാத்தைയും കൂടി താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കോൺവെക്സ് ആണ്. ഇങ്ങനെ ആ സ്പ്രിങ് ആക്ഷൻ വരും. അടിവേര് കോൺകേവ് ആണ്. അപ്പോൾ ആ പറയുന്നത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ പ്രമാണിത്വം കാണിക്കാനാണ്. ഒറ്റ ഉദാഹരണം പറയാം. സിംഹത്തിനെ പോലെ ഇരിക്കണം എന്ന് പറയും ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചിലരോട് പറയും. കാരണം സിംഹം നെഞ്ചൊക്കെ കൂടി വലുതാണ്, കയ്യും കാലും ഒക്കെ ഭയങ്കര ബലമാണ്. സിംഹത്തിൻ്റെ ബലം എന്ന് പറയും. ചാടി ആനയുടെ മസ്തകത്തിൽ ഒരു ഇടിയിടിച്ചാൽ അത് ആന താഴെ വീഴും. പക്ഷെ എന്താണ്? വയറ് വളരെ ചെറുതാണ്. വയറൊക്കെ ഒട്ടിയായിരിക്കണേ. ആഹാരം കഴിച്ചാലും കിട്ടും. അത് ഒരു മാൻകൂട്ടത്തിനെ നോക്കിയിട്ട് അതിന് ആവശ്യമുള്ള ആഹാരം കിട്ടാനുള്ളതിനെ കണ്ണുവയ്ക്കും. എന്നിട്ട് അതിനെ മാത്രം ഓടിക്കും. അത് ഓടി 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 കഴിയുമ്പോൾ അത് ആ ചൂടിൽ അതൊരുവിധം പാകമാവും. രക്തമൊക്കെ ഭംഗിയായി നല്ല ടെൻഡറായി നല്ല ഇളയ മാംസമായി. ഇയാൾക്കുള്ള വ്യായാമമായി. എന്നിട്ട് പിടിച്ചവിടെ ഇടും. എന്നിട്ട് അല്പനേരം കിടന്ന് വിശ്രമിക്കും. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം കഴിക്കും. എന്നിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ചെന്നായും വേറെ ചെറിയ ജീവികളൊക്കെ വന്നിട്ട് എല്ലാം മേടിക്കുക. അപ്പോൾ ഇതിങ്ങനെ കിടന്നുണ്ട്. ആരെയും ഉപദ്രവിക്കില്ല. അത് പ്രകൃതിയിൽ നമുക്ക് എപ്പോഴും നോക്കാനുള്ളത്. അപ്പോൾ അതേമാതിരി നമ്മൾ അധ്വാനിച്ചാൽ ആഹാരം കഴിക്കാം, അധ്വാനിക്കാതെ ആഹാരം കഴിക്കണത് ശരിയല്ല എന്നും കൂടി ഞാൻ പറയും. അപ്പോൾ അതേമാതിരിയാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള ആഹാരം കഴിക്കുക. അല്ലാണ്ട് ഓടിച്ചാടി പിടിച്ചു തന്നേ അത് മുഴുവൻ തിന്നേക്കാം, വേറെ ഒന്നിനും കൊടുക്കേണ്ടതെന്നല്ലോ, ബാക്കിയുള്ള കളയും. സംശയമുണ്ടോ? ഇല്ല ഇല്ല, സംശയം തീർന്നോ? ഒരു സംശയം കൂടിയുണ്ട്. സംശയം മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. ഒരു സംശയം കൂടിയുണ്ട്. എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ, എനിക്ക് പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. അത് മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. മെഡിറ്റേഷൻ നമ്മൾ യോഗ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനം ഒരു മെഡിറ്റേഷന്റെ ഒരു സംഭവം ചെയ്യണം, അതോ ചെയ്യണ്ടായോ? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? അത് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇത് ചെയ്തില്ലേ, അതേമാതിരി ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മന്ത്രങ്ങളും പറഞ്ഞിട്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറയും. മെഡിറ്റേഷൻ കിട്ടണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണത് എന്തിനാ? ഏകാഗ്രത കിട്ടാൻ. ഏകാഗ്രത, ഏകം അഗ്രം, ഒരു അഗ്രം, ഒരു മൊന, ഒരു സൂചിത്തുമ്പ് അങ്ങോട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനാണ്. അതിനിപ്പോൾ ഈ പറയുന്ന പല ഡിവൈസും ഉണ്ട്. അതുകൊണ്ട് കിട്ടാറുണ്ടോ? കിട്ടുമോ? ഏകം അഗ്രം, ഏകാഗ്രത വേണമെന്ന്, അതിന് കിട്ടാനാണ്. എന്നിട്ട് വേണം ഈശ്വരധ്യാനം ചെയ്യാൻ. അതിനു വേണ്ടിയിട്ടാണ് പറയണത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും കിട്ടുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു തോന്നിവാസം എന്ന് പറയാം, നമ്മൾ ആ കൈ തൊഴുത് ഇരിക്കണതിൻ്റെ കാര്യം പറഞ്ഞത്. ഒരു ഇലക്ട്രിഫൈങ് എഫക്റ്റ് ഉണ്ടാവുന്നതാണ് അനുഭവസ്ഥര് പറയുന്നത്. അങ്ങനെ അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഡയാലിസിസ് ചെയ്യുന്നുണ്ടല്ലോ, രക്തമൊക്കെ എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് ഉണ്ടാവുന്നത് കയറ്റുന്നത്.
അതിന് പകരം നമ്മൾ പുറത്തൊന്നും എടുക്കണില്ല. നമ്മുടെ ഈ പ്രാണിക് ഹീലിങ്ങിന്റെ മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ വിരലിന്റെ ടിപ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം വരകളാണ്. ഒരു ഈസി ആയിട്ട് എക്സാമ്പിൾ പറയാം. ഒരാളുടെ ഒരു തമ്പ് പോയി അല്ലെങ്കിൽ വിരൽ മുറിഞ്ഞു പോയി ആക്സിഡന്റ് ക്ലെയിം ഉണ്ടെങ്കിൽ അതിന് കാശ് പോകും. ഒരു കൈ മുഴുവൻ പോയാൽ ഇതിന്റെ പകുതിയെ കിട്ടുള്ളൂ. അത്രയും ഇമ്പോർട്ടൻസ് ആണത്. അപ്പോൾ ഇതെല്ലാം ഓരോ മാഗ്നറ്റിക് പോയിന്റ്സ് ആണ്. അത് നമ്മളിങ്ങനെ ഇത് വയ്ക്കുകയാണ്. അതിങ്ങനെ വയ്ക്കണത് പ്രകൃതി ഹൊറിസോണ്ടലായിട്ട് മാഗ്നറ്റിക് ഇതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പിടിച്ചാൽ അത്രയും കിട്ടൂല. അപ്പൊ ഇവിടെയൊക്കെ ബലം വന്നു. ഇതിങ്ങനെ ആകുമ്പോഴേ ലൂസായി കുറച്ച് വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടലാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളം കൈയില് ഈ വിരലിന്റെ തുമ്പില് ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് ഉള്ളം കൈയിൽ അധികം വിടവില്ലാണ്ടിരിക്കാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കണ്ണുടച്ചിരുന്ന് നമ്മൾ ഉള്ളം കൈയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ഒരു 3 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രിസിറ്റി, ആ കറണ്ട് അവന്റെ സർക്യൂട്ട് ഫ്യൂസ് കുത്തി കൊടുക്കണ മാതിരി അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിന് മുഴുവൻ ബാധിക്കും. ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ, നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കാണ്. അത് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതേമാതിരി നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ഈ കാര്യം ബാധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്ഥലത്തും ഒരേ ലെവല് ഇതായിട്ട് വിശ്രമം കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പവർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ഇരുന്ന് നോക്കൂ. ഇപ്പം തന്നെ ഫീൽ ചെയ്യും, ഒരു ഫ്ലോട്ടിങ് സെൻസേഷൻ കിട്ടും. അതാണ് സമാധി സ്റ്റേജ്. അല്ലാണ്ട് ഇപ്പം എല്ലാവരും വേണം സമാധിയായി സമാധിയായി എന്ന് പറഞ്ഞാൽ സെറ്റാണ്. സമാധിയായി തീർന്നു പോയി എന്നാണ് പറയുന്നത് സാധാരണ രീതിയിൽ. അതല്ല, ഫ്ലോട്ടിങ് സെൻസേഷൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സൈക്യാട്രിസ്റ്റ് ഒക്കെ ഒരുപാട് ആൾക്കാരെ പലതൊക്കെ ചെയ്തിട്ട് ഒന്നും അവർ കൈ ഒഴിഞ്ഞിട്ട് പിന്നെ പോയി കുറച്ച് യോഗയും കൂടി ചെയ്യാൻ പറയും. അത് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയും. എന്താ ഈ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വശം പറയണ മാതിരി മെഡിറ്റേഷൻ ആവൂന്നൊക്കെ പറഞ്ഞാൽ കിട്ടൂല. ഇങ്ങനെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ വന്ന ആള് ക്ലീൻ ആവും. അതിന് യാതൊരു തർക്കമില്ല. 100% അല്ല 200% ഗ്യാരണ്ടി അത്. കാരണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടേ. ഒരു ഇവിടെ കൂത്താട്ടുകുളത്തുള്ള ഒരു നമ്പൂതിരി എന്ന് പറയാൻ കാര്യമുണ്ട്. വലിയ ഇത് ചിട്ടയായിട്ട് താമസിക്കണതാണ്. ബാങ്ക് മാനേജറാണ്. 52 വയസ്സായി. പുള്ളിക്ക് എന്തോ ബ്രെയിനിന് തകരാറ് എന്തോ വന്നിട്ട് കൈ വിറയ്ക്കും. ബാങ്ക് മാനേജർക്ക് ഒപ്പിടാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വലിയ സ്പെഷ്യലിസ്റ്റ് എല്ലായിടത്തും പോയി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കുറച്ച് യോഗ ചെയ്തു നോക്ക്. നമ്മളെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞില്ല. അവിടെ വരാൻ വന്നു. ഒരു ശനിയാഴ്ച ഈ പറഞ്ഞ കാര്യം ഒരു 10-11 മണിയായപ്പോൾ അവർ വന്നു. ഭാര്യയും ഭർത്താവും ഉണ്ട്. അത് കഴിഞ്ഞ് ചരിത്രമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഉറക്കമില്ല. അവർ എന്നോട് പറഞ്ഞു ഉറക്കമില്ല. പിന്നെ ചോദിച്ചപ്പോൾ എന്താ ജോലി? ഇന്നതാണ്. അപ്പോൾ കൈ വരയ്ക്കും, ഒപ്പിടുമില്ല. പിന്നെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ഇൻറ്റേർണലായിട്ട് എന്തോ 2-3 ചെറിയ ഞരമ്പുകൾ ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അത് എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല. അതായത് കൈ ഒഴിഞ്ഞു എന്നർത്ഥം. എന്നിട്ട് അവരിരുന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് കരയാണ്. അത് എപ്പോഴാണ് പോണേന്ന് അറിയില്ലല്ലോ. അതല്ലേ. അപ്പോൾ അതിന് ഞാൻ തമാശ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പിന്നെ യോഗ ഹാളിലേക്ക് കൊണ്ടുപോയി അതിനെ അവിടെ ഇരുത്തി പറഞ്ഞു, അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, സാറൊരു കാര്യം ചെയ്യും, ഇവിടെ ഒന്ന് കിടക്കുമെന്ന് പറഞ്ഞിട്ട് നീണ്ട് നിർന്ന് കിടന്നിട്ട് പ്രാണിക് ഹീലിങ്ങിൻ്റെ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ വേറെ രീതിയാണ്. നമ്മൾ തിരുനെറ്റിക്ക് ഇത് വെച്ചിട്ട് ഈ പവർ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഒരു കൈ മറ്റേ കൈ മുറിച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കും. അതായത് സർക്കുലേഷൻ ശരിയാവണം.
കറണ്ടാണ് പോണതേ. ഉം. എനിക്ക് അത്രയും ക്ഷീണം വരും ഉം, ഉം, ഉം. ഇത് പോകുമ്പോൾ. ഉം. ഒരു 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി സുഖമായിട്ട് കൂർക്കം വരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പതുക്കെ കൈമാറ്റി. എന്നിട്ട് അങ്ങനെ ഒരു 5 മിനിറ്റ് നോക്കി, കൊള്ളാം. ഉറക്കമില്ലാത്ത ആൾ കൂർക്കം വലിച്ച് ഉറക്കണോ സാറേ? അപ്പൊ ഇവരോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, അവരെ ഒന്ന് ചിരിപ്പിക്കണ്ടേ, ഉം. നിങ്ങൾ നുണ പറയൂലേ? ഇല്ല, ഉറങ്ങാൻ- സത്യമായിട്ട് പറയില്ല. സത്യം എങ്ങനെ നുണയാവുന്നത്? ഉം. അപ്പൊ തന്നെ സത്യം നുണയാവോ? നിങ്ങൾ പറഞ്ഞോ, ഇത് നോക്കിയേ, കൂർക്കം വലിച്ച് ഉറങ്ങണേ. എന്റെ ഭഗവാൻ. ഈ മനുഷ്യൻ ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞില്ല. അപ്പം അവർക്ക് മനസ്സ് കുറച്ച് ശരിയായി. ഇത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരുത്തിയിട്ട് ചെയറിൽ തന്നെ ഇരുത്തിയിട്ട് പ്രാണായാമം ചെയ്യിച്ചു. 2 എണ്ണം. അന്ന് ഈ ഡിവൈസ് കൊടുത്തിട്ടില്ല. ഉം. ഇയാൾക്കത് ആവശ്യമില്ല. നാഡീശുദ്ധിയും കൊടുത്തു. അതുകൊണ്ട് ഭ്രാമരി 5-6 മിനിറ്റോളം ചെയ്യിച്ചു, പല പ്രാവശ്യമായിട്ട് 10 എണ്ണം. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കൊള്ളാം. ആ കൈയൊക്കെ ഒന്ന് നോക്കിയേ, കൈ വിറക്കണില്ല. അപ്പോൾ അത്രയും പവറുണ്ട് ഈ ഭ്രാമരിക്ക്. അത് നടക്കാൻ ഇതാണ് ആ വൈബ്രേഷൻ. കുറുനാക്കിൻ്റെ ആ വൈബ്രേഷൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ടുവേഴ്സ് ദി ഹൈപ്പോതലാമസ്. അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഞരമ്പ് വരെ ശരിയായി, സർക്കുലേഷൻ ശരിയായി. അപ്പോൾ പിന്നെ ചെവിയുടെ കാര്യം വല്ലതും പറയണോ? അതുപോലെ എല്ലാവരും സാധാരണ അറിയാത്ത ഒരു കാര്യങ്ങൾ പറയാം. അങ്ങൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ ഉണ്ട്. പുസ്തകം വായിക്കണതിൻ്റെ അല്ലെ എന്തെങ്കിലും വായിക്കേണ്ട നിയമം അറിയാവോ? ഇല്ല, അറിയില്ല. വായിക്കാൻ നിയമമുണ്ട്. എന്ത് കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുന്നു നോക്കി. ഡോണ്ട് ബി എ ബട്ടർഫ്ലൈ ഓൺ ദി പേജസ് ഓഫ് ബുക്ക്. മനസ്സിലായോ? മനസ്സിരുത്തി വായിക്കണം. ഓരോ വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ നോക്കി വായിക്കണം. അപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടൂല, വായിക്കാൻ ശ്രദ്ധ ഉണ്ടാവില്ല. ഡോണ്ട് ബി എ ബട്ടർഫ്ലൈ. ഈച്ച പുസ്തകത്തിൽ വായിച്ച് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് ഇരുമ്പോൾ ആവില്ല. അപ്പോൾ ഇത്രയൊക്കെ നിഷ്കർഷിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അതിനെല്ലാം എനിക്ക് പവർ ഉണ്ടാക്കി തന്നത് യോഗയാണ്. യോഗ മീൻസ് യൂണിറ്റി എമംഗ് ദി ഫിസിക്കൽ ബോഡി ആൻഡ് ദി ഹെവൻലി ബ്ലെസ്ഡ് സോൾ. ആ യൂണിറ്റിയാണ് യോഗ. സംസ്കൃതത്തിൽ യുജ് എന്ന് പറയും. യുജ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ. ഇംഗ്ലീഷുകാരാകുമ്പോൾ അത് ടു യോക്ക് എന്ന് പറയും, കൂട്ടിച്ചേർക്കലാവാം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യോഗ ദിനം അടുത്തിരിക്കുന്ന സമയത്ത് അങ്ങയുടെ ഈ മഹത് വചനങ്ങൾ ABC പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഗുരുതുല്യനായ അങ്ങയ്ക്ക് എല്ലാവിധ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു.